അതിസമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്ന കേരളത്തിലെ 10 യുവതികളുടെ പട്ടികയെടുത്താൽ മുഖ്യമന്ത്രിയുടെ പുന്നാരമോൾ വീണ തായ്ക്കണ്ടിയിൽ ആയിരിക്കും അതിൽ ഒന്നാമത് എന്നതിൽ രണ്ടഭിപ്രായത്തിന് ഇടമില്ലെന്ന് ജി ശക്തിധരൻ. അതാണ് കാലത്തിന്റെ മാറ്റം. തോഴികളുമായി ആഡംബര ജീവിതത്തിന്റെ പർദീസയിൽ ഉലാത്തുന്ന വീണ തായ്ക്കണ്ടിയിൽ മുദ്രാവാക്യം വിളിച്ചു പരിശീലിക്കുന്ന ദൃശ്യം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇന്നലെ കൗതുക കാഴ്ചയായതിൽ അത്ഭുതമില്ലെന്ന് ശക്തിധരൻ തുടരുന്നു. പിണറായിക്ക് പഠിക്കുന്ന എം വി ഗോവിന്ദൻ എന്ന തലക്കെട്ടിൽ ശക്തിധരൻ മുഖ്യമന്ത്രിക്കും ഓഫീസിനും എതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നതെന്ന് മുമ്പൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും മറ്റൊരു സംസ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞതായി കേട്ടിട്ടില്ല. അതാണ് കേരളത്തിന്റെ മാറ്റം. പ്രധാനമന്ത്രി നിന്ദാസൂചകമായി പറഞ്ഞതുപോലും അഭിമാനത്തോടെയാണ് ഭരണ നേതൃത്വം തലയിലേറ്റിയിരിക്കുന്നതെന്ന് ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു. മാർക്സിസ്റ്റ് സൈദ്ധാന്തിക ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് CPMന്റെ പരാധീനതയാണ് എം വി ഗോവിന്ദൻ എന്നാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ പിൻഗാമിയായി എത്തിയ എം വി ഗോവിന്ദന്റെ കെട്ടകാലത്തിന്റെ വേഷപ്രച്ഛന്നതയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ മണിച്ചനാകാം, വിജയ് പിള്ളയാകാം, ഗോവിന്ദചാമിയാകാം, അതിനേക്കാളും വലിയ ധൂമകേതു ഉണ്ടെങ്കിൽ അതാകാം. എല്ലാം ചീഞ്ഞു നാറി വീഴുന്നത് എം വി ഗോവിന്ദന്റെ മടിത്തട്ടിലാണ്. പാർട്ടിയിൽ EMS നേതൃത്വം കൊടുത്ത ഔദ്യോഗിക ലൈനിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതി ബദൽ രേഖയ്ക്കൊപ്പം നിന്നതിനാണ് എം വി ഗോവിന്ദൻ ഒരു കാലത്ത് പാർട്ടിയിൽ ഒന്നുമല്ലാതായത്. അതൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മറന്നു. അന്ന് ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ നിലനിർത്താൻ സഹായിച്ചത് EP ജയരാജനാണ്. ആ ഗോവിന്ദനാണ് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ദല്ലാൽ പണി മാത്രം നടത്തി പാർട്ടിയെ രക്ഷിച്ചു കളയാമെന്ന് സ്വപ്നം കാണുന്നത്. തലയിൽ അത്ര രാഷ്ട്രീയമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മരുമകൻ PM മുഹമ്മദ് റിയാസ് അടുത്തയിടെ പാർട്ടിക്ക് വരുത്തിവെച്ച കെടുതികൾ തേച്ചുകുളിപ്പിക്കാനുള്ള ദൗത്യമാണ് എം വി ഗോവിന്ദനെ അടിയന്തരമായി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ചില മാധ്യമങ്ങൾക്ക് ഗോവിന്ദനോട് പ്രിയമാണ്. EMS എടുത്ത തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനെതിരെ 9 പേർ ചേർന്ന് വിയോജനക്കുറിപ്പ് തയ്യാറാക്കിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് എം വി ഗോവിന്ദൻ. പിന്നീട് മറുകണ്ഠം ചാടി സംസ്ഥാന സെക്രട്ടറി വരെ എത്തി. കമ്മ്യൂണിസ്റ്റ് ഹൃദയ കാർക്കശ്യത്തിന് പിണറായിക്ക് ഇപ്പോൾ പഠിക്കുകയാണ് എം വി ഗോവിന്ദൻ. അതിദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ എരിപൊരി കൊണ്ട് ജീവിച്ചിരുന്ന നിസ്വാർത്ഥരായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ വിരുന്നു വന്നത് ഒരു ഗവർണർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ എത്തിയതോടെയാണ്. എന്ത് ഭാഗ്യശാലി! എങ്ങനെയാണ് ഈ വീട് നക്ഷത്രശോഭയിൽ തിളങ്ങി തുടങ്ങിയത്? രാഷ്ട്രീയത്തിന്റെ മാസ്മരികതയ്ക്ക് അങ്ങനെ ചില കൈപുണ്യങ്ങൾ ഉണ്ട്. അതങ്ങ് തെഴുത്തോളും. തൊട്ടടുത്ത വീട്ടിൽ ദാരിദ്ര്യം താണ്ഡവ നൃത്തമാടുമ്പോൾ വീണ തായ്ക്കണ്ടിയിലിന്റെ വീട് മിന്നിക്കൊണ്ടിരിക്കും. ഭിന്നശേഷിക്കാരൻ, പെരുവണ്ണാമൂഴിക്കാരൻ, വയോധികൻ, 5 മാസത്തെ പെൻഷൻ കിട്ടാത്തതിൽ പട്ടിണി ദുസ്സഹമായപ്പോൾ ലോകത്തിനു മുന്നിൽ ഇന്നലെ ഒരു കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയത് വീണ തായ്ക്കണ്ടിയിൽ എന്ന കോടീശ്വരപുത്രി അറിഞ്ഞിരുന്നോ എന്നറിയില്ല. മലയാളം അംഗമാരുടെ ലിപ്സ്റ്റിക്കിന്റെ ശോഭയെങ്ങാനും കെട്ടുപോയാലോ? അതിൽ തലോടി സൗന്ദര്യം കളയണ്ട. വീണയ്ക്ക് എന്ത് നൽകുന്നതും തന്റെ നല്ല നാളേക്ക് നല്ലതാണെന്ന് കണക്ക് കൂട്ടുന്ന കരിമണൽ രാജാക്കന്മാരുള്ള നാടാണിത്. മാഫിയയുമായുള്ള ചങ്ങാത്തമുള്ള കാലത്തോളം വീണ തായ്ക്കണ്ടിയുടെ രമ്യഹർമ്മ്യത്തിന്റെ മതിലിനുള്ളിൽ ഒരു ഫത്വയും ഏശില്ല. കരിമണലാണ് വീണ തായ്ക്കണ്ടിയുടെ വീടിന്റെ ഐശ്വര്യം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഷാർജ രാജാവിന് വിരിച്ചു കൊടുത്ത പരവതാനിയുടെ തിളക്കം കണ്ട് കണ്ണഞ്ചി പോകണ്ട. കോടികൾ വരും പോകും. മറ്റൊരു ഗൃഹമുണ്ടെന്നോ അതിന്റെ പേര് കാരാഗൃഹമെന്നോ അങ്ങോട്ടാകും ഇനി കൊണ്ടുപോകുന്നതെന്നും മാധ്യമ ദോഷൈക ദൃക്കുകൾ അപഖ്യാതി പ്രചരിപ്പിക്കുന്നത് അസൂയ കൊണ്ടാകാം. വീണ തായ്ക്കണ്ടി അതിദരിദ്രനായാലും പകയെന്ന 2 അക്ഷരം നിഘണ്ടുവിൽ ഉണ്ടാകണം. ഒരു ദുർനിമിത്തമായ ധൂമകേതു എന്ന വാക്ക് ഉച്ചരിപ്പിച്ച് പഠിപ്പിച്ചപ്പോൾ ആ രമ്യഹർമ്മ്യം കുലുങ്ങി കുലുങ്ങി ചിരിച്ചുവത്രേ. ഷാർജ രാജാവ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആവുന്നത് തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് കേരളത്തിലെത്തിയത്. സ്വർണവും പവിഴവും താലത്തിൽ പിടിച്ചതും ആമാടപ്പെട്ടി ഏന്തിയതും മാൻപേടകയെ പോലെ ലിപ്സ്റ്റിക് ഇട്ട് പുഞ്ചിരി തൂകിയതും ഒരേ ലക്ഷ്യം വെച്ചാണ്. മാർക്സിസത്തിൽ എന്തൊക്കെ നിഷിദ്ധമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെയാണ് വീണ വിജയൻ, അതൊക്കെയാണ് കമലാ വിജയൻ. ജി ശക്തിധരൻ തുറന്നടിക്കുന്നു.